ഹലോ. അപ്പം ഞങ്ങൾ 3 പേരും ഒരുങ്ങിക്കെട്ടി എവിടെ ഇറങ്ങിയാണെന്നറിയോ? രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണേ. വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ, പത്തനംതിട്ട മുത്തൂറ്റ് ഹോണ്ടയിലേക്ക്. അപ്പോൾ എൻ്റെ വണ്ടി DA കേട്ടോ. 13ാമത്തെ നമ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം 8:30 ആയപ്പോഴത്തേനും വന്നു. 8 മണിക്കുള്ളിൽ വരണമെന്ന് അവർ പറഞ്ഞ്. എന്തുവായാലും 9:30 ആവും തുടങ്ങണമെങ്കിൽ. അപ്പം നേരത്തെ വന്ന് നമുക്ക് നേരത്തെ വീട്ടിൽ പോകാമല്ലോ. അപ്പം വെളിയിൽ നിന്ന് കുറച്ച് നേരം വെളിയിൽ നിന്നു. അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ അകത്ത് നമുക്ക് ഇരിക്കാനുള്ള റൂമുണ്ട്, കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. അപ്പോൾ നല്ല AC റൂം, അതിനകത്ത് കയറി ഇരിക്കുമായിരുന്നു കുറച്ച് നേരമേ. അപ്പം എന്തുമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. പിള്ളേർക്ക് സ്നാക്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുന്നത്. കാരണം എന്തുമായാലും ഉച്ചയൊക്കെ ആകുമല്ലോ വണ്ടി സർവീസ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പം എൻ്റെ വണ്ടി സെക്കൻഡ് സർവീസാണ്, ഫ്രീ സർവീസാണെന്ന് പറഞ്ഞാലും ബോഡി പോളിഷിങ്, ഓയിൽ ചേഞ്ച് എല്ലാം കൂടെ ഒരു 1100 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അതിനിടയിൽ രണ്ടുപേരും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പം കേക്ക് പൊന്നുമോൻ എടുത്തപ്പോഴത്തേനും മണിക്കൂട്ടം ഭയങ്കര ബഹളം കേട്ടോ. അവന് കൊടുക്കുന്നില്ല, അവൾക്ക് ഒരെണ്ണം പോലും എടുത്ത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവനൊട്ടും കഴിക്കുന്നുമില്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് മൊത്തം വേണം എന്നിങ്ങനെ പറഞ്ഞ് രാവിലെ ഒന്നും കഴിക്കാതായി ഇറങ്ങിയത് കേട്ടോ. അപ്പം നേരത്തെ ഇറങ്ങിയില്ലേ, ഞങ്ങൾ 7 മണിക്ക് എണ്ണീറ്റത്. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി വരുമായിരുന്നേ. അപ്പം അവൻ കേക്ക് കൊടുക്കുന്നില്ല. അത് അമ്മയ്ക്കല്ലല്ലോ കൊണ്ടുവന്ന്, എനിക്കില്ലേ കൊണ്ടുവന്ന് എന്നോട് പറയുക കേട്ടോ. അപ്പം ഞാനൊരു വിധത്തിൽ അങ്ങനെ പറഞ്ഞ് മേടിപ്പിച്ച് അവൻ്റെ നിന്ന് കൊടുത്തു അവൾക്ക്. അപ്പം അവളിൽ നിന്ന് കഴിക്കുക. അപ്പോൾ അവൻ്റെ മുഖം നോക്കി വളിച്ച പോലെ ഇരിക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് കൊടുത്തേനാണ്. എല്ലാം തന്നെ ഇരുന്നും കഴിക്കണം പുള്ളിക്കാരന്. അപ്പം അതിനിടയ്ക്ക് ഒരു കാൽക്കുലേറ്ററൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുത്തി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. മൂഡ് ചേഞ്ചൊക്കെ മാറി ഹാപ്പിയായി. കമ്പ്യൂട്ടറാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കുത്തി കളിച്ചോണ്ടിരിക്കുവാണേ. സൈഡിൽ കൂടെ വെച്ച് പിടിച്ചോ. ഓടല്ല അവിടെ നിൽക്കേ. അപ്പം ഒരു 10 മണി വരെയോളം അവിടെ ഇരുന്ന് 2 പേർക്കും ബോറടിച്ച് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ അവരെയും കൂട്ടി നടക്കുവാണേ. പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ നടന്ന് പാർക്ക് എത്തി കേട്ടോ. അപ്പം പൊന്നുമോൻ ഈ പറയുന്നത് വെച്ചാൽ പൊന്നുമോൻ്റെ ഷൂവിൻ്റെ ലേസ് ഇങ്ങനെ അഴിഞ്ഞ് പോവായിരുന്നു. അപ്പം ഞാനിങ്ങനെ കെട്ടിക്കൊടുക്കുക, എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പം അവൾ പറയുക, ഞാൻ പറഞ്ഞില്ലേ ലേസ് ഇല്ലാത്ത ഇടാന്ന്, അമ്മയല്ലേ പറഞ്ഞു ഇത് ഇടാമെന്ന് പറഞ്ഞ്. ലാസ്റ്റ് ഞാൻ കെട്ടിയൊക്കെ കൊടുത്തു. അവർ കളിക്കാനും തുടങ്ങി കേട്ടോ. അപ്പം 2 പേർക്കും ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണം കുറേ മണിക്കൂർ. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോൾ തന്നെ അവിടെ 2 പ്രണയ ജോഡീസ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാനൊക്കത്തില്ല, ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ്, ഇവിടെ ഇരിക്കാനൊക്കത്തില്ല എന്നിങ്ങനെ വന്ന് പറയുവാന്ന്. ഇത് മറ്റേ ഗവൺമെൻറ് നഗരസഭയുടെ പാർക്കാണ് കുട്ടികൾക്കുള്ളത്. അപ്പം ഫ്രീ പാർക്ക്, അങ്ങനെ പാസും കാര്യങ്ങളും ഒന്നും വേണ്ട. എപ്പം വേണമെങ്കിലും കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന പത്തനംതിട്ട ഉള്ളൊരു പാർക്കാണ് ഇത്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു മോനില്ലേ, ഇവനാണെങ്കിൽ ഓരോ ഇതിനകത്ത് കയറാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. അവൻ ആ ഒരു കുഞ്ഞ് സ്ലൈഡിൽ തന്നെ കയറി കളിച്ചുകൊണ്ടിരിക്കും, അതും അമ്മമ്മയുടെ കൈ പിടിച്ചോണ്ട്. അപ്പം പൊന്നുമോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുള്ള് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് നോക്കി നിറച്ച് സ്നാക്സും വെള്ളവും മാത്രമേ ഉള്ളേ. അങ്ങനെ അവരെ കളിപ്പിക്കുന്ന ഇടയിൽ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ലാസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ വിഷമിച്ച് വന്നിരിക്കും, ഇനി എന്തോ ചെയ്യുമെന്ന് ഓർത്തേ. അപ്പം തൊട്ടടുത്ത് എൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഓർത്തന്ന് അവിടെ വരെ ഒന്ന് പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നാണ്. ലാസ്റ്റ് അവിടെ സൂപ്പർ ഗ്ലൂ ഉണ്ടായിരുന്നു, ഗം വെച്ചൊന്ന് ഒട്ടിക്കാനായിട്ട്. ഇല്ല, ഞാൻ ആ ഞൊണ്ടി പൊട്ടിയ ചെരുപ്പ് ഇട്ടുണ്ട് അവിടെ വരെ പോയി, ഇനി ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൂപ്പർ ഗ്ലൂ മേടിച്ച് 2 ഓറഞ്ച് ഫ്ലേവർ, മറ്റേ ഓറഞ്ച് ഫ്ലേവറല്ല, ഓറഞ്ച് കളർ ലേസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കൊണ്ടുവന്ന് ചെരുപ്പൊക്കെ ഒട്ടിച്ചു. ബാക്കി ഗം വെച്ച് മറ്റേ ചെരുപ്പും കൂടെ ഒട്ടിച്ച് കേട്ടോ. ഇനിയും പൊട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ, വണ്ടി സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് വരുക. 2 പേരും നല്ല വഴക്കായിരുന്നു, അമ്മയെ പോകണ്ട കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 2 പേരെ ഒരു വിധത്തിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ പത്തനംതിട്ട റോഡ് സൈഡിൽ തന്നെ ഒരു ചേട്ടനാണെങ്കിൽ കുറച്ച് പച്ചക്കറി ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പം വണ്ടിയിലെ. അപ്പോൾ ആ കാഴ്ച കണ്ടോ നിങ്ങൾ? ക്യാൻസർ രോഗികൾക്ക് സൗജന്യം എന്നൊരു ബോർഡൊക്കെ എഴുതി വെച്ചാണ് ആ ചേട്ടന് പച്ചക്കറി വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയോണ്ട് ഞാനൊരു ഫോട്ടോ എടുത്താണ്, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിള്ളേരെന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നുകൊണ്ട് ആ വീഡിയോ അങ്ങ് ബ്ലറായിട്ടാണ് എനിക്ക് കിട്ടിയത്. വണ്ടി ആ തൂക്കിയിട്ടേക്കുന്നത് മീൻ മേടിച്ചിട്ടേക്കുവാണേ. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു, കല്ലിലുമൊക്കെ വന്നിട്ട് ഞാൻ 2-3 ഐസ്ക്രീമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ഐസ്ക്രീം ഫ്ലേവർ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ. ഞാൻ പിന്നെ അത് മണിക്കൂറിന് കൊടുത്തു. ഇത് ഞാൻ മീൻ മേടിച്ചത് അയലക്കുഴ മീനാണ്. അപ്പം വന്നപ്പോൾ തന്നെ തീ കത്തിച്ച് അരിയൊക്കെ അടുപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഡ നാരങ്ങ ഇട്ട് ഞങ്ങൾ കുടിച്ചു കേട്ടോ.
അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചുമന്ന ചീര ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തോരൻ വെച്ചു. മീൻ കഴുകി ഞാൻ മീൻ വറക്കുകയും ചെയ്തു, മീൻ കറി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. സമയം 3 മണി, രാവിലെ തൊട്ട് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ചോറെടുത്തു. ചോറൊക്കെ ഇങ്ങനെ വെന്ത് ഒരു 3 മണിയൊക്കെ ആയി ചോറൊക്കെ വെന്ത് എല്ലാം കിട്ടിയപ്പോഴത്തേന്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഇവർക്ക് 2 പേർക്കും മാഗി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. വന്നപ്പോൾ തന്നെ അവർക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോഴാണ് കഴിക്കുന്നത് ഇന്നത്തെ ദിവസം. 3 മണിയൊക്കെ ആയി. അപ്പം എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. മീൻ കറിയും ചീരത്തോരെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോയാണ്. ചിലർക്കൊക്കെ അയ്യേന്ന് തോന്നും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മീൻ കറിയും തൈരും മീൻ വറുത്തതും മാങ്ങാച്ചാറാണ് സൈഡിൽ ഇട്ടേക്കുന്നത്, പിന്നെ ചീരത്തോരനും എല്ലാം കൂടെ വെച്ചിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ കഴിക്കാതിരുന്നതിൻ്റെ ആ ഒരു കേടങ്ങ് ഞാൻ തീർത്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.